നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എപ്പോഴും വർമ്മ സാറിന്റെ വീട്, വർമ്മ സാറിന്റെ മകൾ എന്നൊരു വിചാരം മാത്രമല്ലേ രാജുനുള്ളൂ. അവളുടെ കാര്യം ഓർക്കുമ്പോ എന്റെ തല പെരുത്തു കേറുക. എന്താടാ നിന്റെ നാവറങ്ങി പോയോ? അമ്മാവ ഞാനത് എന്ത്? നീ ഇത്രയ്ക്ക് മോശമായിരുന്നു ഞാൻ അറിഞ്ഞില്ല. നീ കാരണം പാവം നിന്റെ ഈ അമ്മ എത്രമാത്രം വിഷമിച്ചു നിനക്കറിയാവോ? പബ്ലിക്കായി മദ്യപിച്ച് പൊതുസ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുക, അത് ചോദിക്കാൻ വന്ന പോലീസുകാരുടെ മെക്കിട്ട് കയറുക. ഞാൻ മന്ത്രിയാണെന്നുള്ള വിചാരം കൊണ്ടല്ലേ നീ പോലീസുകാരോട് അങ്ങനെ പെരുമാറിയത്? ആ അഹങ്കാരം നീ അങ്ങ് മറന്നേക്ക്. ഇനി ഒരു തവണ കൂടി നീ ഇത് ആവർത്തിച്ച ചേച്ചിയുടെ വിഷമം കണ്ട് ചേട്ടൻ അവനെ പുറത്തിറക്കരുതായിരുന്നു. എന്ത് വലിയ മാനക്കേട ഇപ്പൊ ഇവൻ കാരണം ചേട്ടൻ ഉണ്ടായിരിക്കുന്നത്. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങനെ ആയിരുന്നെങ്കിലേ കുറച്ചു ദിവസം അവൻ അകത്ത് കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. എന്താണ് നീ തുറച്ചു നോക്കുന്നത്? നീ ഇങ്ങനെ നോക്കിയാ ഞാനങ്ങ് ഉരുകിപ്പോകുന്നു ഓർത്തോ നീ? അങ്ങോട്ട് ഞാനൊന്നിനും വന്നില്ലല്ലോ, അപ്പൊ ഇങ്ങോട്ടും കൂടുതലൊന്നും വേണ്ട. തർക്കുത്തരം പറയുന്നോടാ. ഇങ്ങനെ ഒരുത്തനാണല്ലോ ഈശ്വര എന്റെ വയറ്റി വന്ന് പിറന്നത്. ഇതൊക്കെ കാണാൻ ഞാൻ എന്ത് പാവം ചെയ്തു. ദീപക്കേ, രണ്ടമ്മാവന്മാരുടെയും കാല് വീണ് മാപ്പ് പറഞ്ഞിട്ട് ഇന്ന് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിപ്പോക്കോ നീ. ഇനി നിന്നെ എനിക്ക് കാണണ്ട. എനിക്ക് ഇങ്ങനൊരു മകനില്ലെന്ന് ഞാൻ കരുതിക്കോളാം. എന്തൊരഭിനയം. ചേച്ചി എന്താ ഇത്? കരയാതെ. കണ്ടോടാ നിന്റെ അമ്മയുടെ കരച്ചില്. എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ നിന്റെ അമ്മ? ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗാ. ഇനി നീ ഇത് ആവർത്തിച്ചാൽ പിന്നെ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിർത്തില്ല. ബാക്ക് ചെയ്ത് കളയും എവിടേക്കെങ്കിലും. രാജു സർ, ആ CAയോട് ഞാൻ നന്ദി പറഞ്ഞൊന്ന് വിളിച്ചു പറയണം. പറയാം സർ. ഒരു 5 മിനിറ്റ് പോട്ടെ, ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനില്ല. ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പോലും നിന്നില്ല. അതെങ്ങനെ? എപ്പോഴും വർമ്മ സാറിന്റെ വീട്, വർമ്മ സാറിന്റെ മകൾ എന്നൊരു വിചാരം മാത്രമല്ലേ രാജുനുള്ളൂ. അവളുടെ കാര്യം ഓർക്കുമ്പോ എന്റെ തല പെരുത്തു കേറുക. രാജുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യനെ ഭൂമി വലം ചുറ്റുന്ന പോലെ
അവള് രാജുവിന്റെ ചുറ്റും കിടന്ന് കറങ്ങുകയല്ലേ. എന്തിനും ഏതിനും അവക്ക് രാജുവിനെ തന്നെ വേണം. രാജുവിനെ കാണാതെ അവക്ക് ഇരിപ്പുറക്കില്ലെന്ന് തോന്നുന്നേ. താടക, ശൂർപ്പണക, കാർക്കോടകി. കുറച്ചു കഴിയുമ്പോ അവള് ട്യൂഷനൊന്നും പറഞ്ഞ് രാജുവിന്റെ വീട്ടിലേക്ക് വരും. ഇനിയിപ്പോ അവക്ക് സൗകര്യമായല്ലോ. ഞാൻ രാജുവിന് വേണ്ടി ഒരുക്കിയ മുറിയിലിരുന്ന് അവക്ക് രാജുവിനോട് ശൃംഗരിക്കാലോ. ആ വിചാരം അവളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അവളിങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇന്ന് അവള് ട്യൂഷന് വരുമ്പോ ഞാൻ അവക്ക് കൊടുക്കാൻ പോകുന്ന ടോർച്ചർ സഹിക്കാനാവാതെ അവളിവിടെ നോടണം. ഈ രമ്യ ആരാണെന്ന് ഞാൻ അവക്ക് കാണിച്ചു കൊടുത്തിരിക്കും. രമ്യ, എന്താടാ? രമ്യ, എനിക്ക് രമ്യയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, എന്താ കാര്യം എന്ന് വെച്ചൊന്ന് വേഗം പറ. അല്ല രമ്യ, രമ്യ അച്ഛനോടും അമ്മയോടും ഒന്ന് എനിക്ക് വേണ്ടി സംസാരിക്കണം. രമ്യ പറഞ്ഞാലേ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. മതി മതി, എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നുകിൽ നിനക്ക് പുതിയ വീഡിയോ ഗെയിം വേണം, അല്ലെങ്കിൽ ഐഫോൺ, അതല്ലേ? അല്ല രമ്യ, അത് ദേ ചക്ക, എന്റെ തല ചൂട് പിടിച്ച് പുകഞ്ഞിരിക്കുക. അപ്പഴാ അവന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ നീ തന്നെ അച്ഛനോട് അമ്മയോടെങ്കിൽ സംസാരിച്ചാ മതി. രമ്യ, നീ എന്നെ ശല്യപ്പെടുത്താന്ന് പോടാ. രമ്യ ആണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. എനിക്ക് ശ്രീ ഇഷ്ടമാണെന്ന കാര്യം അച്ഛനും അമ്മയും ഇനി എങ്ങനെ അറിയിക്കും? ട്യൂഷന് വരുന്ന ഋതികയെ എങ്ങനെ ശല്യം ചെയ്ത് പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ ഒരു കാര്യം അവതരിപ്പിക്കല്. എന്തൊക്കെ ഇവിടെ നടന്നേ? ആലോചിച്ചിട്ട് തന്നെ തല കറങ്ങുന്നു. ഞാനിപ്പോ ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുന്നതിന്റെ ഫുൾ ക്രെഡിറ്റും രാജുന് മാത്രം. രാജു, യു ആർ ഗ്രേറ്റ്. വേണ്ട, ഇങ്ങനെ നേരിട്ട് പറഞ്ഞാ ആൾക്ക് ജാടയാവും. നീ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഋതിക, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. എന്താ നിനക്ക് അറിയണ്ടേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നോ? അത് നീ അവിടെ തന്നെ പോയി അന്വേഷിക്കും. ഇപ്പോ നീ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ ദീപക്. എന്നെ നിന്നെ തിരിച്ചു വിളിക്കാൻ അധിക സമയമൊന്നും വേണ്ടാന്ന് മനസ്സിലായല്ലോ. കൂടുതൽ വിളച്ചിലെടുക്കാതെ പോകുന്നതാ നിനക്ക് നല്ലത്. നിന്റെ ഈ ധൈര്യം അവനാ ആ രാജുവാണെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.